എല്ലാവർക്കും പുതിയ ക്ലാസ്സിലെ HSA സോഷ്യൽ സയൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. HSA സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിലൂടെ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകങ്ങൾ നമ്മൾ ഐസക് എന്ന ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാഠപുസ്തകം മറ്റും ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഐസക് എന്ന ചാനലിൽ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്സുകൾ കുറിക്കുന്നതിന് വേണ്ടി നോട്ട്സുകൾ കുറിച്ചെടുക്കാനും സൗകര്യപ്രദമായ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ സോഷ്യോളജി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊന്ന് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തതാണ് സാമാന്യ ബോധജ്ഞാനം. എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തി ലോകത്തെക്കുറിച്ച് നേടുന്ന അറിവിനെയാണ് നമ്മൾ സാമാന്യ ബോധജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻവേടായിട്ട് ചോദിക്കാം, വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തി ലോകത്തെക്കുറിച്ച് നേടുന്ന അറിവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാമാന്യ ബോധജ്ഞാനം. പിന്നെ ഈ സാമാന്യ ബോധജ്ഞാനത്തെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘം, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സംസ്കാരം, മൂല്യങ്ങൾ, ഭരണ സംവിധാനം, സാങ്കേതികവിദ്യ, മാധ്യമം. എന്തെല്ലാം സാമൂഹിക ഘടകങ്ങളാണ് വ്യക്തിയെ സ്വാധീനിക്കുന്നത്? കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘം, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സംസ്കാരം, മൂല്യങ്ങൾ, ഭരണ സംവിധാനം, സാങ്കേതികവിദ്യ, മാധ്യമം. സമൂഹശാസ്ത്രത്തിൻ്റെ പ്രധാന ചിന്തകരായിരുന്നു കാൾ മാർക്സ്, എമിൽ ദുർഗീം, മാക്സ് വെബർ. സമൂഹശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചിന്തകർ ആരൊക്കെയായിരുന്നു? കാൾ മാർക്സ്, എമിൽ ദുർഗീം, മാക്സ് വെബർ. വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ വിശകലനത്തിന് നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന അതാണ് സമൂഹശാസ്ത്രമെന്ന് ചാൾസ് റൈറ്റ് മിൽസ് പറഞ്ഞു. എന്താണ് ചാൾസ് റൈറ്റ് മിൽസ് പറഞ്ഞത്? എന്താണ്? വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ വിശകലനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കുന്നതാണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞതാര്? ചാൾസ് റൈറ്റ് മിൽസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് ചാൾസ് റൈറ്റ് മിൽസ് പറഞ്ഞത്? വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ വിശകലനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കുന്നതാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ്? വിശാലമായ വ്യക്തിഗത വീക്ഷണം, പിന്നെ സമൂഹ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ, സ്വയം പ്രതിഫലനം, അനുതാപവും സഹിഷ്ണുതയും, വിമർശനാത്മക ചിന്ത, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. അപ്പോൾ നമ്മൾ ഒരു സമൂഹശാസ്ത്രത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ആയിരിക്കണം വേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. വിശാലമായ വ്യക്തിഗത വീക്ഷണം. രണ്ടാമത്തേത് സമൂഹ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ, സ്വയം പ്രതിഫലനം, അനുതാപവും സഹിഷ്ണുതയും, വിമർശനാത്മക ചിന്ത, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. ഓക്കെ, ഇനി ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത്. ഭൂമിശാസ്ത്ര പര്യവേഷണത്തിന് ലോകത്തിൽ തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. അപ്പോൾ ഭൂമിശാസ്ത്ര പര്യവേഷണത്തിന് ലോകത്ത് തുടക്കം കുറിച്ചത് ഏത് രാജ്യങ്ങളാണ്? പോർച്ചുഗലും സ്പെയിനുമാണ്. ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത് പിടിച്ചടക്കിയതോടുകൂടിയാണ്. ആഫ്രിക്കയിൽ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് എന്നാണ്? 1415. എന്ത് പിടിച്ചടക്കിയതോടുകൂടിയാണ്? മൊറോക്കൻ തീരത്തെ സ്യൂത്ത പോർച്ചുഗീസ് പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യം തങ്ങളുടേത് അല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോളനിവൽക്കരണം. ഒരു രാജ്യം
തങ്ങളുടേത് അല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയെ കോളനിവൽക്കരണം എന്ന് പറയുന്നു. ബെർത്തലോമ്യൂ ഡയസ് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലെത്തിയ വർഷമാണ് 1488. വർഷം ഓർത്തിരിക്കണം. ബെർത്തലോമ്യൂ ഡയസ് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലെത്തിയ വർഷമാണ് 1488. 1488. 1492 ഇറ്റാലിയൻ നാവികനായ കൊളംബസ് വടക്കേ അമേരിക്കയുടെ ദ്വീപായ ബഹാമസിലെത്തി. 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ ദ്വീപായ ബഹാമസിലെത്തി. പിന്നീട് ഈ പ്രദേശം അമേരിക്ക എന്നറിയപ്പെട്ടു. പിന്നീട് ഈ പ്രദേശമാണ് ഒരു ദ്വീപായിരുന്നു എത്തിയത്. പിന്നീട് ഈ പ്രദേശം അമേരിക്ക എന്നറിയപ്പെട്ടു. പോർച്ചുഗലിലെ ആദ്യത്തെ നാവിക വിദ്യാലയം എവിടെയാണ് സ്ഥാപിച്ചത്? സാഗ്രസയിലാണ്. പോർച്ചുഗലിലെ ആദ്യത്തെ നാവിക വിദ്യാലയം സ്ഥാപിച്ചത് സാഗ്രസ. വർഷം 1419. പോർച്ചുഗലിലെ ആദ്യത്തെ നാവിക വിദ്യാലയം സാഗ്രസ എന്ന സ്ഥലത്താണ്. വർഷം 1419. ഹെൻറി രാജാവാണ് അത് സ്ഥാപിച്ചത്. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡീസി മുള്ളർ ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിക്ക വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊളംബസ് കണ്ടെത്തിയ ഈ ഭൂഖണ്ഡത്തിന് അമേരിക്ക എന്ന പേര് നൽകിയത്. അപ്പോൾ ബഹാമസ് ദ്വീപിലെത്തിയതെങ്കിലും കൊളംബസ് അമേരിക്ക എന്ന പേരൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അമേരിക്ക എന്ന പേര് കൊടുത്തത് 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡീസി മുള്ളറാണ്. അപ്പോൾ അമേരിക്ക എന്ന പേര് നൽകിയത് ആരാണ്? മാർട്ടിൻ വാൾഡീസി മുള്ളർ. അത് ആരുടെ നാമത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിക്കോ വെസ്പൂച്ചിയുടെ നാമവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തിന് അല്ലെങ്കിൽ കൊളംബസ് കണ്ടെത്തിയ ആ ഭൂഖണ്ഡത്തിന് അമേരിക്ക എന്ന പേര് നൽകിയത്. ത്രികോണ വ്യാപാരത്തിൽ പങ്കെടുത്ത 3 ഭൂഖണ്ഡങ്ങളാണ് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. യൂറോപ്പ്, ആഫ്രിക്കയിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നു. ആഫ്രിക്കയിൽ നിന്നും അടിമകളെ അമേരിക്ക മേടിക്കുന്നു. അമേരിക്ക യൂറോപ്പിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നു. ഇത്തരത്തിലുള്ള ത്രികോണ വ്യാപാരത്തിൽ പങ്കെടുത്ത ഭൂഖണ്ഡങ്ങളാണ് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. സ്വർണം, വെള്ളി എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യാപാര നയത്തിന് നമ്മൾ എന്തു പറയുന്നു? മെർക്കൻ്റലിസം. സ്വർണം, വെള്ളി എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യാപാര നയത്തിന് പറയുന്ന പേരാണ് മെർക്കൻ്റലിസം. എന്താണ് ബുള്ളിയൻ സമ്പ്രദായം? ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതിന് നമ്മൾ ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നു. ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം വിനിമയ മൂല്യമായി പരിഗണിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ? മൂലധനം ഏകീകരിക്കുക, നിക്ഷേപത്തിന് അവസരം കൊടുക്കുക. മൂലധനം ഏകീകരിക്കുക, നിക്ഷേപത്തിന് അവസരം കൊടുക്കുക. ആ സ്റ്റക്കുകാരുടെ തലസ്ഥാനമാണ് ടെനോച്ചറ്റ്ലാൻ. ആ സ്റ്റക്കുകാരുടെ തലസ്ഥാനമാണ് ടെനോച്ചറ്റ്ലാൻ. കോളനിവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സമ്പത്തിൻ്റെ ഒഴുകൽ. കോളനിവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സമ്പത്തിൻ്റെ ഒഴുകൽ. തദ്ദേശ സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു. പാശ്ചാത്യ രീതികളുടെ വ്യാപനം. ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടു. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തേത് എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സമ്പത്തിൻ്റെ ഒഴുക്കൽ. തദ്ദേശ സംസ്കാരങ്ങളുടെ ആ തദ്ദേശ സംസ്കാരങ്ങളുടെ മൂല്യങ്ങളൊക്കെ കുറഞ്ഞു. പാശ്ചാത്യ രീതികൾ അവിടെ വ്യാപിക്കപ്പെട്ടു. ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടു. പിന്നീട് അവിടെ വന്നതാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. എന്താണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോളനിവൽക്കരണത്തിലൂടെ വ്യാപാരം നടത്തുകയും അതിലൂടെ വൻ ലാഭമുണ്ടാക്കുന്ന രീതിയാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. കോളനിവൽക്കരണത്തിലൂടെ പങ്കെടുത്ത യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ അവർ വ്യാപാരം നടത്തുകയും അതിൽ നിന്നും വൻ ലാഭമുണ്ടാക്കുന്ന രീതിയെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാവസായിക മുതലാളിത്തം.
വ്യവസായ വിപ്ലവത്തിൻ്റെ ആരംഭം തുണി ഉൽപ്പാദനത്തിലാണ് തുടങ്ങിയത്. വ്യവസായ വിപ്ലവത്തിൻ്റെ ആരംഭം തുണി ഉൽപ്പാദനത്തിലാണ് തുടങ്ങിയത്. എന്നായിരുന്നു? 1780-നും 1850-നും ഇടയിലുണ്ടായ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം. 1780-നും 1850-നും ഇടയിലുണ്ടായ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം. എന്താണ് വ്യവസായ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ? ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി. വ്യവസായ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്? ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി. ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വ്യാപിക്കപ്പെട്ടു. വീടുകളിൽ നിന്ന് മാറി ഫാക്ടറികളിൽ ഉൽപ്പാദനം ആരംഭിച്ചു. പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് ആവി യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു. ഗതാഗത സൗകര്യം വർദ്ധിച്ചു. ആ കാലഘട്ടത്തിൽ 17-ാം നൂറ്റാണ്ടിൽ കാർഷിക രംഗത്തും ധാരാളം വിപ്ലവങ്ങളുണ്ടായി. ചെറിയ കൃഷിയിടങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വൻ കൃഷിയിടങ്ങൾ രൂപീകരിച്ചു. ചെറിയ കൃഷിയിടങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് വൻ കൃഷിയിടങ്ങൾ രൂപീകരിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. കൃഷിയിൽ യന്ത്രവൽക്കരണങ്ങൾ കൊണ്ടുവന്നു. ഇനി വ്യവസായ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്ന് നോക്കാം. നേട്ടങ്ങൾ: ഫാക്ടറികൾ വന്നു, ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, നഗരങ്ങൾ ഉദയം ചെയ്തു, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ടായി. ഇതെല്ലാമാണ് നേട്ടങ്ങൾ. വ്യവസായ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്: ഫാക്ടറികൾ ധാരാളം സ്ഥാപിക്കപ്പെട്ടു, ഉൽപ്പാദന വർധനവുണ്ടായി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, നഗരങ്ങൾ ഉദയം ചെയ്തു, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിന് ദോഷങ്ങളും ഉണ്ടായിരുന്നു. വൻ രീതിയിലുള്ള ചൂഷണം അവിടെ ഉണ്ടായിരുന്നു. പകർച്ചവ്യാധിയും ദാരിദ്ര്യവും വ്യാപിക്കപ്പെട്ടു. കൂടുതൽ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവുമായിരുന്നു. ചേരികൾ ധാരാളം ഉദയം ചെയ്തു. പിന്നെ തൊഴിലാളികൾ കുറഞ്ഞ വേതനത്താലും വളരെ ദുരിതാവസ്ഥ അനുഭവിച്ചു. അപ്പോൾ ഇതിനെതിരെ സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്ന രണ്ട് വ്യക്തികളാണ് കാൾ മാർക്സും എംഗൽസും. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇന്ന് പറഞ്ഞ ഈ നോട്ടുകൾ കുറിക്കുകയും തീർച്ചയായിട്ടും വായിക്കുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു.